ഒരു സംരംഭം തുടങ്ങുന്നവർ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഏത് സംരംഭത്തിനും ആദ്യം ഒരുപക്ഷെ പരാജയമായിരിക്കും, അല്ലെങ്കിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടായിരിക്കും. ഇതിനെ നേരിടുന്നവർ മാത്രമാണ് വിജയിച്ചിട്ടുള്ളത്. ലോകത്തിൽ വിജയിച്ച പല ബിസിനസ് സംരംഭത്തിന്റെ പുറകിൽ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ആദ്യം വലിയ പരാജയങ്ങളാണ് അവർക്കെല്ലാം നേരിട്ടുള്ളത്. ഒരുപാട് അവസരങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ നമ്മളെ അടുത്ത് കാണുന്ന യൂട്യൂബിലെല്ലാം കാണുന്ന വലിയ പ്രായമുള്ള അമ്മമാരും ചെറിയ കുട്ടികളും എത്ര ഭംഗിയായിട്ടാണ് അവർ അഭിനയിക്കുന്നത്. ചില ആളുകൾ പാട്ട് പാടുന്നത്, ചില ആളുകൾ ചിത്രം വരക്കുന്നത്. ഇതൊക്കെ ഇപ്പോ പുതിയ കാലഘട്ടത്തിലെ അവസരങ്ങൾ മുമ്പോട്ട് വന്നപ്പോൾ അവരെല്ലാം ചെയ്തു തുടങ്ങിയതാണ്. പല ആളുകളും അതിൽ നിന്ന് തന്നെ പ്രസിദ്ധി ആർജിച്ചിട്ടുണ്ട്. ബിസിനസ്സും ഇങ്ങനെ തന്നെയാണ്. ഒരു കഴിവുമില്ലാത്ത ആളുകൾക്കും വേണമെങ്കിൽ ബിസിനസ് ചെയ്യാം, ചെയ്തു നോക്കാം. അവരിൽ എന്ത് കഴിവാണ് അടങ്ങിയിരിക്കുന്നത്? ചില ആൾക്ക് പാട്ട് പാടാനായിരിക്കും, ചില ആളുകൾക്ക് അഭിനയിക്കാനായിരിക്കും, ചിലവർക്ക് മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ആയിരിക്കും, ചില ആളുകൾക്ക് ബിസിനസ് ആയിരിക്കും. എല്ലാവരിലും എന്തെങ്കിലും കഴിവുകളെല്ലാം ഉറങ്ങിക്കൂടി. ഇതിനെ പൊടിതട്ടി എടുക്കുക എന്നുള്ളതാണ്, അത് നമ്മൾ തന്നെ കണ്ടെത്തേണ്ടതാണ്. ഞങ്ങളുടെ നാട്ടിൽ ഒരു ചെറുപ്പക്കാരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അവരുടെ പേര് തന്നെ മടിയൻ ബെഞ്ച് എന്നാണ്. അവര് ഇതുപോലെ കുറെ നാളുകള് സാധാരണ മടിയൻ ബെഞ്ച് നമ്മളൊക്കെ പറയുന്ന പോലെ ആ ഒരു രീതിയിൽ പോകുന്ന ഒരു ടീം. ഒരു സുപ്രഭാതത്തിൽ അവർ യൂട്യൂബിന്റെ ആ സാധ്യത മനസ്സിലാക്കി അവർ യൂട്യൂബ് വീഡിയോകൾ ചെയ്യാൻ തുടങ്ങി. പതുക്കെ പതുക്കെ യൂട്യൂബ് വീഡിയോ ഒക്കെ ക്ലച്ച് പിടിച്ച് വന്നപ്പോൾ അവര് ആ ഫേമസ് ആയ ആ ഒരു പോപ്പുലാരിറ്റി വെച്ച് അവരിപ്പോ ഫുഡ് പ്രൊഡക്ട്സ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പിക്കിൾസ് ആയിട്ടും പല പ്രൊഡക്ട്സ് ആയിട്ടും. ഞാൻ പറഞ്ഞു വരുന്നത്, ആർക്ക് വേണമെങ്കിലും എന്തും ബിസിനസ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. അവസരങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത്, അതായത് നമ്മളിൽ ആ കഴിവുകൾ ഉണ്ടോ എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ്. ഈ പറയുന്ന യൂട്യൂബേഴ്സിന് അല്ലെങ്കിൽ പാട്ട് പാടുന്ന ആളുകൾക്കെല്ലാം കുറച്ചു നാൾക്ക് മുമ്പ്, അതായത് ഓൺലൈൻ മീഡിയകളെല്ലാം ഇങ്ങനെ വരുന്നതിന് മുമ്പ് ഈ കഴിവ് ഉണ്ടായിരുന്നു എന്നുള്ളത് അവർക്ക് അറിയില്ലായിരുന്നു. അവസരങ്ങൾ മുമ്പോട്ട് വന്നപ്പോഴാണ് ആ അവസരങ്ങളെ ചെറുതായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത്. നിങ്ങൾക്കും ഇങ്ങനെയെല്ലാം ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഒരു റീപാക്കിംഗ് ബിസിനസ് തുടങ്ങി നോക്കാൻ പറ്റും. വലിയ ചെലവില്ലാതെ ചെയ്ത് നോക്കാം. തേയിലയായിട്ടോ, സോപ്പ് പൊടിയായിട്ടോ, സാൻഡ് വാഷ് ആയിട്ടോ, ഡിഷ് വാഷ് ആയിട്ടോ, ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ടോ, അല്ലെങ്കിൽ കോസ്മെറ്റിക് പ്രൊഡക്ട്സ് ഒക്കെ ആയിട്ട് ഇന്ന് വലിയ ചെറിയ ക്വാണ്ടിറ്റിയിൽ വാങ്ങാൻ ലഭിക്കുന്നത് നല്ല നല്ല പാക്കിംഗ് മെറ്റീരിയൽ സ്വന്തം ബ്രാൻഡ് ചെയ്ത് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ. തീർച്ചയായും ആദ്യം ഒരുപക്ഷെ പരാജയപ്പെട്ടേക്കാം, പക്ഷെ വീണ്ടും അതിൽ നിന്ന് ശ്രമിച്ച് ഒരുപക്ഷെ അതൊരു നല്ലൊരു വിജയത്തിലെത്തിയേക്കാം. നിങ്ങൾ ശ്രമിച്ചു നോക്കുക. നന്ദി, നമസ്കാരം.